ഹായ് നമസ്കാരം, ഞാൻ ജിനേഷ് ചിത്രമ്പള്ളി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു കിടിലം ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഞാൻ നിൽക്കുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലെ കുന്നുങ്കൈ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വെറും 6 കിലോമീറ്റർ മാത്രം മാറി മണ്ഡപം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ എൻ്റെ പുറകിൽ കാണുന്ന ഒരു 25 സെൻറ്റ് സ്ഥലം വീടൊക്കെ വെച്ച് താമസിക്കാൻ പറ്റുന്നവർക്ക് എടുക്കാൻ പറ്റുന്ന നല്ല കിടിലനെ ഒരു പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയുള്ള വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് മറക്കാതെ ഫോളോ ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ബാ, റോഡ് സൈഡിലൊക്കെ സ്ഥലങ്ങളുണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് പറ്റിയ നല്ല കിടിലം പ്ലോട്ടാണ്, വീടൊക്കെ വെച്ച് താമസിക്കാനൊക്കെ പറ്റിയ കിടുക്കാച്ചൊരു മുതലാണ്. ഈ റോഡ് വരുന്നത് നമുക്ക് കുന്നുങ്കൈയിൽ നിന്ന് വരുന്ന റോഡാണ്. കുന്നുങ്കൈയിൽ നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ മാത്രം മാറിയിട്ട് മണ്ഡപം എന്നാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. ബസ് റൂട്ടൊക്കെ ഉള്ളതാണ്. സ്കൂൾ ബസ്സൊക്കെ ആണെന്നുണ്ടെങ്കിലും പ്രൈവറ്റ് ബസ്സുകളാണെങ്കിലും KSRTC ബസ്സുകളൊക്കെ ഇഷ്ടം പോലുള്ള റോഡിൻ്റെ സൈഡിൽ ഈ കാണുന്ന മുതലുണ്ടെങ്കിൽ മൊത്തം 25 സെൻറ്റ് സ്ഥലമാണ് ഈ കാണുന്നത് കേട്ടോ. ഈ കാണുന്ന മുതലാണ് വിൽപ്പനയ്ക്കുള്ളത്. പിന്നെ കണ്ടില്ല നിങ്ങൾ, അടുത്തൊക്കെ ചുറ്റുപാട് ഇഷ്ടംപോലെ വീടുകളുണ്ട്. പിന്നെ ഈ റോഡ് നേരെ അങ്ങനെ പോകുന്നത് ചിറ്റാരിക്കൽ പോണതാണ്. ചിറ്റാരിക്കലിലോട്ട് ഏകദേശം ഒരു 3 കിലോമീറ്ററാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ നിന്നുള്ള ദൂരം എന്ന് പറഞ്ഞാൽ. കണ്ടില്ല നിങ്ങൾ, ഏത് വണ്ടി വേണമെങ്കിലും നമ്മളെ പ്ലോട്ടിലോട്ട് വരാനുള്ള റോഡും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെക്കാടം ടാറിങ്ങിൻ്റെ സൈഡിലാണ്, അതായത് റബ്ബറൈസ്ഡ് റോഡിൻ്റെ സൈഡിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് കിടക്കുന്നത് കേട്ടോ. മൊത്തം 25 സെൻറ്റ് സ്ഥലമാണ്, ലെവലായിട്ട് കിടക്കുന്ന പ്ലോട്ടാണ്. പിന്നെ നമുക്ക് കറണ്ടിൻ്റെ കണക്ഷനൊക്കെ എടുക്കാൻ ഇതാണ് ഇവിടെ പോസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് നിലവിൽ ഇപ്പോൾ ഇതിനകത്ത് കറണ്ട് കണക്ഷൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് ഇതാണ്, ഇവിടെയാണ് തുടങ്ങുന്നത് കേട്ടോ. ഇതിൻ്റെ നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പഞ്ചായത്ത് വരുന്നത് ഈസ്റ്റളേരി പഞ്ചായത്തിലും, അതുപോലെ തന്നെ നമുക്ക് വില്ലേജ് വരുന്നത് ചിറ്റാരിക്കൽ വില്ലേജിലും. പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ താലൂക്ക് വരുന്നത് വെള്ളരിക്കുണ്ട് താലൂക്കിൽ പെട്ട സ്ഥലം കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞു കുന്നുങ്കൈ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വെറും 6 കിലോമീറ്ററും അതുപോലെ തന്നെ ചിറ്റാരിക്കലോട്ട് വെറും 3 കിലോമീറ്ററാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ നിന്നുള്ള ദൂരം. പിന്നെ നമുക്ക് ഈ അടുത്തുള്ള വേറെ ടൗൺ എന്ന് പറഞ്ഞാൽ ചെറുപുഴയാണ്. ചെറുപുഴയിൽ നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്ററും. പിന്നെ നമുക്ക് പയ്യന്നൂർ പോകണമെന്നുണ്ടെങ്കിൽ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, 36 കിലോമീറ്റർ. അതുപോലെ തന്നെ നീലേശ്വരത്ത് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. നീലേശ്വരത്തോട്ട് ഏകദേശം ഒരു 28 കിലോമീറ്ററാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ നിന്നുള്ള ദൂരം എന്ന് പറഞ്ഞാൽ. ഇതുവരെയാണ് നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് കേട്ടോ. ഇതിനകത്ത് ഒരു വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ല നിങ്ങൾ, നല്ല ഷോ കിട്ടുന്ന നല്ലൊരു ഏരിയയിലുണ്ട്. നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് കിടക്കുന്നത്. കറണ്ടിൻ്റെ കണക്ഷന് ഇപ്പോൾ ഒരു നിലവിൽ ഇപ്പോൾ ഇതിനകത്തിട്ട് എടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ സൗകര്യവും സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. കണ്ടില്ല നിങ്ങൾ, ലെവലായിട്ട് അതായത് ഒരു വീടൊക്കെ വെക്കാൻ പാകത്തിനുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. കറണ്ടിൻ്റെ കണക്ഷനൊക്കെ ഇപ്പോൾ ഒരു നിലവിലെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് തന്നെ 3 ഫേസ് കറണ്ട് കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കറണ്ടിൻ്റെ ഇലക്ട്രിക് പോസ്റ്റ് പോകുന്നുണ്ട്. പിന്നെ നമുക്ക് കണ്ടില്ല നിങ്ങൾ, ബസ്സൊക്കെ ഇഷ്ടംപോലെ പോകുന്നതാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ബസ് റൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ലെവലായിട്ട് കിടക്കുന്ന ഒരു കിടുക്കാച്ചി പ്ലോട്ടാണ്. ഏത് വണ്ടി വേണമെങ്കിലും നമ്മളെ പ്ലോട്ടിലോട്ട് വരാനുള്ള റോഡും സൗകര്യങ്ങളും കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് പള്ളിയിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ, പള്ളിയിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ മണ്ഡപം എന്ന് പറഞ്ഞ സ്ഥലത്ത് ക്രിസ്ത്യൻ പള്ളി ഉണ്ട്. അതുപോലെ തന്നെ മുസ്ലിം പള്ളി ഉള്ളത് നമുക്ക് കുന്നുങ്കൈയിലാണ് മുസ്ലിം പള്ളി ഉള്ളത്. മുസ്ലിം പള്ളിയിലോട്ട് പോകണമെങ്കിൽ ഏകദേശം ഒരു 6 കിലോമീറ്ററാണ് ദൂരം എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ, സ്കൂളിൽ പോകുകയാണെന്ന പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ LP സ്കൂളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു 3 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ, ഏകദേശം ഒരു 3 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് ചിറ്റാരിക്കലിൽ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് കേട്ടോ. വെള്ളത്തിൻ്റെ സൗകര്യം കണ്ടില്ല നിങ്ങൾ, വെള്ളമൊക്കെ കണ്ടില്ല നിങ്ങൾ, വറ്റാത്ത വെള്ളമുള്ള കിണറുണ്ട്. അടി മുതൽ മേലെ വരെ കെട്ടിയിട്ട് നല്ല കിടിലം വെള്ളമുള്ള ഒരു കിടുക്കാച്ചി മുതലാണ്. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ക്ഷാമോ കാര്യങ്ങളൊന്നുമില്ല. കണ്ടില്ല നിങ്ങൾ, നമ്മളെ പ്ലോട്ടിൻ്റെ ഏറ്റവും ബാക്കിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ. ചുറ്റുപാടും ഇഷ്ടംപോലെ വീടുകൾ, റോഡ് സൗകര്യം എല്ലാം കൊണ്ടും നല്ല അനുയോജ്യമായുള്ളൊരു കിടുക്കാച്ചി മുതൽ. കാസർഗോഡ് ടൗണിൽ നിന്ന് വെറും 65 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് കേട്ടോ. പാർട്ടീന് ചെറിയ റേറ്റും കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. റോഡ് സൈഡിലൊക്കെ സ്ഥലങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഫുള്ള് കണ്ടില്ല നിങ്ങൾ, കെട്ടൊക്കെ നല്ല കിടുക്കാച്ചിയായിട്ട് കെട്ടി ലെവലാക്കി ഇട്ടേക്കുന്ന പ്ലോട്ടാണ്. പിന്നെ നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ നിന്ന് നമുക്ക് നീലേശ്വരം വഴി വരാം. അതുപോലെ തന്നെ ഈ ഇപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ചെറുപുഴയിലോട്ട് പോകാം. ചെറുപുഴയിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്ററാണെന്ന് നമ്മൾ പറഞ്ഞു. പയ്യന്നൂരിന് പോകാം, കാഞ്ഞങ്ങാടിന് പോകാം, കാസർഗോഡിന് പോകാം, പിന്നെ മാലോത്തിന് പോകാം, കൊന്നക്കാട് പോകാം. വഴികളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയയിലോട്ട് നിങ്ങൾക്ക് വരണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഓണറുടെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ കാര്യം പറയാനുള്ളത് വെച്ചാൽ, ഈ ഒരു ഏരിയയിൽ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും അതേപോലെ സ്ഥലങ്ങളൊക്കെ ചോദിച്ച് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ മാക്സിമം അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ.
അപ്പോൾ അങ്ങനെ നമ്മളെ സ്ഥലം കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. സ്ഥലം വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലെ കുന്നുംകൈ മണ്ഡപത്താണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. വീടൊക്കെ വെച്ച് താമസിക്കാൻ പറ്റുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ല കിടിലനൊരു പ്ലോട്ടാണ്. അപ്പോൾ ഇനി റോഡ് സൈഡിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൊത്തം 48 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്ലോട്ട് എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഓണർ നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് ഓണറായിട്ട് എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അറിവിലോ ഫ്രണ്ട്സിലോ ഫാമിലിയിലോ റിലേഷനിലോ ആരെങ്കിലും ഇതേപോലെ സ്ഥലങ്ങൾ ഈ ഒരു ഏരിയയിൽ സ്ഥലങ്ങളൊക്കെ ചോദിച്ച് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഇതിലൊക്കെ നമ്മൾ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് വിളിക്കാൻ മറക്കണ്ട. ഞങ്ങളുടെ നമ്പർ 98 95 18 18 86 ആണ്. പിന്നെ ഈ ഒരു പേജ് നിങ്ങൾ മറക്കാതെ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലൻ പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ.